Hello guys, welcome back. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പോൾ കേരള ലഞ്ച് മെനുവിൻ്റെ ദിവസമാണ്. ഇന്ന് 55ാമത്തെ മെനുവാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ ഇതിൽ രണ്ട് സിമ്പിൾ റെസിപ്പീസാണ് ഞാൻ ഉണ്ടാക്കിയത്. ഒന്ന് കയപ്പക്ക കൊണ്ടുള്ള ഒരു തീയൽ, കയപ്പക്ക അല്ലെങ്കിൽ പാവക്ക കൊണ്ടുള്ള ഒരു തീയൽ, പിന്നെ ഉരുളക്കിഴങ്ങും ക്യാപ്സിക്കവും കൂടിയുള്ള ഒരു മെഴുക്കുവരട്ടി, മീൻ വറുത്തത്, സാലഡ്, ചോറ്, അങ്ങനെ ഒരു സിമ്പിൾ മെനു റെഡി ആയിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീയൽ ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് കയപ്പയ്ക്ക ഞാനിങ്ങനെ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയുള്ളി, ഇഞ്ചിയും പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ കഷ്ണങ്ങൾ വേകാനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് അടച്ചു വെച്ച് അടുപ്പത്ത് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അത് വെന്ത് വരുമ്പോൾ അതിലേക്ക് പകുതി വേഗമാകുമ്പോഴാണ് ഞാൻ ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടി ഒന്ന് കുക്കായി വരട്ടെ. അപ്പോഴേക്ക് നമുക്ക് ഇതിനുള്ള മസാല അരയ്ക്കാം. അതിന് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ചിരകിയത് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇത് ചുവന്ന് കിട്ടും. അപ്പോൾ അത് അടുപ്പത്ത് വെച്ച് നല്ല ചോക്കെ വറുത്തെടുക്കുക. വറുത്ത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് പൊടികളുടെ പച്ച മണം പോകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. ഇവിടെ കയ്പ്പയ്ക്ക വെന്തതിന് ശേഷം ഞാൻ അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് മസാലയും മിക്സി കഴുകിയ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അടുപ്പത്ത് വെച്ച് കുറച്ച് നേരം തിളപ്പിക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർക്കുക, ഒരു നുള്ള് പഞ്ചസാര ചേർക്കുക, പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായി തിളച്ച് കളർ മാറി വരുമ്പോൾ അതിലേക്ക് കടുകും ഉലുവയും കരിവേപ്പിലയും കൂടെ വറുത്തിടുക. നമ്മുടെ തീയൽ റെഡിയായി. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. അതിനായിട്ട് ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഉരുളക്കിഴങ്ങ് വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യമുള്ള മുളക് പൊടിയും കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഈ സ്റ്റേജിൽ നമുക്ക് നമ്മൾ ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ചെറിയ തീയിലിട്ടിട്ട് ക്യാപ്സിക്കം കുക്കാവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ റെസിപ്പീസ് റെഡി ആയിട്ടുണ്ട്. ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ബൈ.